ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതിയും ഇത്രയും മീനാക്ഷിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മീനാക്ഷിക്ക് ഒരു ഫോൺ വരികയാണ് കേട്ടോ. മീനാക്ഷി അത് ഒളിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സംസാരിക്കുകയാണ്. ഓഫീസിൽ നിന്നുള്ള കോളാണെന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. അന്നേരം വിളിക്കുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ദേവിയാണ് കേട്ടോ. ശ്രീദേവി എന്നാണ് അതിൽ അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ദേവി വിളിക്കുമ്പോൾ പിന്നെ ഗോമതിയുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് സംസാരിക്കുക, അതുകൊണ്ടാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നിന്നുകൊണ്ട് ദേവി വിളിക്കുകയാണ് കേട്ടോ. മീനാക്ഷി, ഞാൻ ഒത്തിരി തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? എടുത്തി, അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ അമ്മയൊക്കെ ഇരിക്കുന്നുണ്ടേ. എന്നാലും എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു ഏട്ടത്തി. അത് ശരിയാവോന്നോ? എനിക്ക് പിന്നെ നിങ്ങളൊക്കെ എന്നെ മറന്നോ ഇത്ര പെട്ടെന്ന്? അങ്ങനെ മറക്കാൻ പറ്റുമോ ഏട്ടത്തി? ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ ശരി തന്നെ എന്ന് പറഞ്ഞ് ഏട്ടത്തിയെ മറക്കാനൊക്കെ നമുക്ക് പറ്റുമോ? അങ്ങനെയാണോ നമ്മുടെ ഒരു സ്നേഹബന്ധം? ഏട്ടത്തിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഒക്കെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? എത്ര സ്നേഹത്തോടുകൂടി നമ്മളെ ഏട്ടത്തി നോക്കിയിരുന്നത്, നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഒരു വിഷമം ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് ഞങ്ങളോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി അങ്ങ് പൊട്ടി കരഞ്ഞു പോവാണ്. ദേവിയുടെ ആ നിസ്സഹായ അവസ്ഥ ഇവർക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒന്നല്ലല്ലോ. അന്നേരം മീനാക്ഷി പറയുന്നുണ്ട്, അയ്യോ ഏട്ടത്തി കരയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, കരയല്ലേ, സമാധാനപ്പെട്. പിന്നെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഏട്ടത്തി ഇങ്ങോട്ട് വന്നാൽ പ്രശ്നമാവില്ലേ? വേണ്ട മീനാക്ഷി, നീ ഒന്ന് എൻ്റെ വീട് വരെ വരുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് നമുക്കൊന്ന് കാണണം. എനിക്ക് നിന്നോട് സംസാരിക്കണം, അല്ലാതെ ഒരു സമാധാനവും കിട്ടില്ല. ശരി, എന്നാൽ പിന്നെ ഞാനത് എങ്ങനെയാന്ന് നോക്കട്ടെ, നമുക്ക് കാണാം എടുത്തി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തൊട്ട് പിറകെ നമ്മുടെ ഗോമതി വരും കേട്ടോ. പെട്ടെന്ന് എന്നെ ശരി മാഡം, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോണും വയ്ക്കുകയാണ്. ആരാ മീനു ഫോണിൽ എന്ന് ഗോമതി ചോദിക്കുകയാണ്. അതമ്മേ, ഓഫീസിൽ നിന്ന് വീണ മാഡമാണ്. അത് ശരി എന്നും പറഞ്ഞു പെട്ടെന്ന് തന്നെ മീനാക്ഷി കയറി പോവാട്ടോ. തിടുക്കത്തിൽ എനിക്ക് ഓഫീസിൽ പോകണമെന്നും പറഞ്ഞ് ഗോമതിയാണെങ്കിൽ മുഖം ചൊളിച്ച് നിൽക്കുകയാണ്. മീനാക്ഷി താൻ ഇങ്ങനെ എന്തോ പെട്ടെന്ന് വെപ്രാളം പോലെ പറഞ്ഞതുകൊണ്ട് ഒരു സംശയമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി നമ്മുടെ ആനന്ദ് കുറച്ച് കള്ളൊക്കെ വാങ്ങി ടെറസിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം മനസ്സിൻ്റെ വിഷമം മാറാൻ വേണ്ടി കള്ള് കുടി പ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ കള്ള് കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തൊട്ട് പിറകെ ആര്യനും ആകാശം കൂടെ ഉപദേശിക്കാൻ ചെല്ലാണ്. അന്നേരം ആനന്ദ് പറയാം, വാടാ, നിങ്ങളെ ഞാൻ വിളിക്കാതെ വന്നിട്ട് നിങ്ങൾക്ക് പരിഭവമൊന്നുമില്ലല്ലോ അല്ലേ? വന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഞാൻ നിനക്കിവിടെ ഒഴിച്ചു തരാം. ആകാശ് പറയുന്നുണ്ട്, ഏട്ടനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്, എന്നിട്ട് ഞങ്ങളെ പിടിച്ചിരുത്താൻ നോക്കുക? ഞങ്ങൾക്കൊന്നും വേണ്ട, ഏട്ടൻ ഇങ്ങോട്ട് എണീറ്റ് വന്നേ. കുടിച്ചത് കൊണ്ട് ഏട്ടൻ്റെ വിഷമം തീരുമോ? ഇല്ലടാ, കുടിച്ചെന്നും പറഞ്ഞ് എൻ്റെ വിഷമമൊന്നും തീരില്ല. പിന്നെ ഇത് തൽക്കാലത്തേക്ക് ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട്. വേണ്ട ഏട്ടാ, വേണ്ട, വാ, ഇറങ്ങി വാ, നമുക്ക് സംസാരിച്ച് തീർക്കാന്നുള്ളതേ ഉള്ളൂ. ദേവിയത് ഏട്ടൻ ഇങ്ങനെ മദ്യപിക്കരുത്. എടാ, ഇത് വെറുതെ ഒരു കമ്പനി, നമ്മൾ പലതവണ ഇങ്ങനെ കൂടാറില്ലേ, അതുപോലെയുള്ളൂ. മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ സന്തോഷം വേണം, നിങ്ങളെല്ലാവരും ഇരിക്കണം. അങ്ങനെ ആര്യനെയും ആകാശിനെയൊക്കെ പിടിച്ചിരുത്തി ഓരോ ഗ്ലാസ് വീതം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അവരും കഴിക്കാന്നുള്ള കാര്യത്തിൽ അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് ഒരാൾ തലയിൽ തോർത്തൊക്കെ മൂടി ഇങ്ങോട്ട് വരുവാണ് കേട്ടോ. ടെറസിലേക്ക് കയറിയിട്ട് ചാടി കയറി വരുവാണ്. അന്നേരം ആകാശ് പറയുന്നുണ്ട്, അങ്ങോട്ട് നോക്കിയാൽ ആര്യാ, ഇതാരാന്ന്? തലയിൽ കൂടെയൊക്കെ തുണിയിട്ട് കള്ളനാണോ കള്ളൻ എന്നും പറഞ്ഞിങ്ങോട്ട് എണീക്കാൻ പോണത് ധർമ്മനാണ് കേട്ടോ. പെട്ടെന്ന് അയ്യോ ധർമ്മനാണേന്ന് പറഞ്ഞ് തോർത്ത് അങ്ങോട്ട് മാറ്റുമ്പോൾ ഇവർക്കൊക്കെ സന്തോഷമാവാണ് മാമൻ വന്നത് കണ്ടിട്ട്. ആഹാ, മാമൻ എന്തിനാ ഇങ്ങനെ ഒളിച്ചും പാത്തൊക്കെ വരുന്നത്? നേരിട്ട് ഇങ്ങനെ വന്നാൽ പോരെ? എടാ, അത് തൽക്കാലത്തേക്കൊന്നും ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാനവിടെ ആരും അറിയാണ്ട ഇങ്ങോട്ട് വന്നത്. പിന്നെ ആനന്ദ് പറയണ്ട്, ആഹാ മാമ, നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഒരു സമാധാനം കിട്ടിയിട്ടില്ല കേട്ടോ. വാ, ഇപ്പം എന്തായാലും നമ്മളെ കൂടെ കൂടാൻ വാ. എന്ത് രസമായിരുന്നു നമ്മുടെ ആ ജീവിതം. രാത്രിയാകുമ്പോൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങി ഇതുപോലെ കഴിക്കുന്നത്. ഇപ്പം എന്തായാലും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒന്നും ഇല്ല. മാമൻ അങ്ങോട്ട് ഇരുന്നേ. പക്ഷേ ധർമ്മൻ പറയുന്നുണ്ട്, വേണ്ടടാ, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ മാമനില്ലാതെ ഒരു രസമില്ല. മാമൻ വന്ന സ്ഥിതിക്ക് വാ, കഴിക്ക്. എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? മാമൻ ഇവിടെ ഇരിക്കാണ്ടല്ലേ പറഞ്ഞ? മാമ, നിങ്ങൾ തിരിച്ചു വരണം വീട്ടിലേക്ക്. ഇപ്പം മനസ്സിലല്ല, മാമനല്ല പൈസ മോഷ്ടിച്ചെന്ന്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് ക്യാമറ എല്ലാം വെച്ച് കണ്ടുപിടിച്ചെടുത്തത്. കള്ളനാരാന്ന് തെളിഞ്ഞല്ലോ അല്ലേ? അതൊക്കെ തെളിഞ്ഞു, സമ്മതമായി. പക്ഷേ എനിക്ക് തിരിച്ചു വരുന്ന കാര്യം വല്ല ബുദ്ധിമുട്ടാണ്. അതെന്താ? എടാ, നിങ്ങളോടൊന്നും എനിക്ക് യാതൊരു ദേഷ്യവും വെറുപ്പൊന്നുമില്ല. എൻ്റെ ചേച്ചിയോടും എൻ്റെ അളിയനോടും ഒന്നും എനിക്ക് അങ്ങനെ കാണിക്കാൻ കഴിയില്ല. പിന്നെ അന്നേരത്തെ ആ ഒരു തെറ്റിദ്ധാരണയിൽ എനിക്ക് മനസ്സിനങ്ങ് വിഷമമായിപ്പോയി, ഞാൻ ഇറങ്ങിപ്പോയി. ഇനി തിരിച്ചു വന്നാലും എനിക്ക് എല്ലാവരുടെയും മുന്നിൽ പഴയ പോലെ ആ ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും ഒക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ കിട്ടുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇപ്പം ഇടയ്ക്കിടയ്ക്കത് ദേഷ്യം പുറത്ത് വന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് ആനന്ദിനോട് ഒരു കാര്യം പറയാനുണ്ട്. നീ ഇങ്ങനെ കുടിച്ച് നശിക്കാനുള്ളതല്ല, സംഭവങ്ങളെല്ലാം ശരി,
ഉദയഭാനു മോഷ്ടിച്ചു, കള്ളത്തരം ഒക്കെ നമ്മൾ അറിഞ്ഞു, സത്യാവസ്ഥ തെളിഞ്ഞു വന്നു. പക്ഷേ പഴയതൊന്നും ഓർത്ത് ദേവി നീ ഇവനെ പ്രയാസപ്പെടുത്തരുത്, ദേവിയെ ഇങ്ങനെ ഉപദ്രവിക്കരുതടാ എന്ന് പറയുമ്പോൾ, ദേ മാമ നിങ്ങൾ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ, ആ കാര്യം എന്നോട് മിണ്ടിപ്പോരുത്. അല്ലടാ, നീ അത് തീരുമാനിക്കാനൊന്നുമില്ല. ഞാൻ ഇനി അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്തൊരു കാര്യമാണ്. ദേവി തന്നെ അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കരുത്. പിന്നെ മാമൻ തിരിച്ചു വരണം, അതാണ് നമ്മുടെ ആഗ്രഹം. അത് തൽക്കാലം നടക്കുന്ന കാര്യമല്ല. പിന്നെ അവിടെ പേടിയാണല്ലേ അവിടെ നിങ്ങളുടെ ചേട്ടനെയൊക്കെ എന്ന് ആരും ചോദിക്കുകയാണ്. അതല്ലടാ, പേടിയല്ല, അത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യം പറയാം. പിന്നെ മാമനൊരു കാര്യം പറയണം, വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ ആ അലോകിനോടൊന്ന് ഉപദേശിക്കുന്നുണ്ട്. എന്താടാ? അലോക് അനുമോളെ കാണാൻ വേണ്ടി ഇന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വഴിയിൽ. ഞാൻ ഇടപെട്ടാണ് വലിയ പ്രശ്നങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഇതിങ്ങനെ തുടർന്നാൽ വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് അവനെ ഒന്ന് ഉപദേശിക്കണം, മേലെ അനുമോളെ കാണാനോ സംസാരിക്കാനോ നിൽക്കരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചോളാം, നീ പേടിക്കണ്ട. അങ്ങനെ ധർമ്മൻ അവിടെ നിന്ന് പതിയെ മുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് അന്നേരം നമ്മുടെ കൃഷ്ണമംഗലത്തെ അത്താഴം കഴിക്കാൻ എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ധർമ്മൻ എന്തെങ്കിലും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുകന്യ പറഞ്ഞിട്ട്, ധർമ്മേട്ടൻ പുറത്തവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, ധർമ്മേട്ടാന്ന് പോയി വിളിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയണ്ട, നീ ഒരു കാര്യം ചെയ്യും, ഫുഡൊക്കെ എല്ലാവർക്കും വിളമ്പ്. അലോക് പറഞ്ഞിട്ട്, കൊച്ചൻ വരട്ടെ, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വിളമ്പി കഴിക്കാം. അലോകിന് ഇപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അന്നേരം നമ്മുടെ അച്യുതൻ പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും കൂടെ ഇരിക്കുക, ഞാൻ അവനൊന്ന് വിളിച്ചിട്ട് വരാം. അച്യുതന് ചെറിയൊരു സംശയമുണ്ട്, അവൻ അപ്പുറത്തേക്ക് എങ്ങാനും ചാടിയിട്ടുണ്ടോയെന്ന്. അതുകൊണ്ട് ടെറസ് അവിടെ ഇവിടെ എല്ലാവരും മുറ്റത്തൊക്കെ പോയി നോക്കുമ്പോൾ വരുന്നുണ്ട് നമ്മുടെ ധർമ്മൻ. ആരും കാണാണ്ട് ആ ഗേറ്റ് ചാടി കടന്ന് ഇപ്പുറത്ത് വരുവാണ് കേട്ടോ, ദേവമംഗലത്തിൻ്റെ. അപ്പോൾ ഇത് കാണുന്നുണ്ടല്ലോ നമ്മുടെ അച്യുതൻ അവിടെ നിന്ന്. അച്യുതൻ മനസ്സിൽ വിചാരിക്കുക, ഇവൻ വീണ്ടും അപ്പുറത്ത് പോയില്ലേ, ഇവിടെ ഇങ്ങോട്ട് ഒളിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു ഒളിച്ച് സിറ്റൗട്ടിൻ്റെ സൈഡിൽ നിൽക്കുകയാണ്. ധർമ്മൻ ചാടി ഇറങ്ങിയിട്ട് വായൊക്കെ ഒന്ന് ഊതി നോക്കുകയാണ്, കയ്യിലൊക്കെ മണമൊന്നുമില്ല, ആരും ഇല്ലല്ലോ സിറ്റൗട്ടിൽ, ധൈര്യമായിട്ട് കയറി പോകാമെന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതെ അകത്തേക്ക് കയറിക്കൊടുന്ന് അച്യുതൻ എന്നൊരു വിളിക്കാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഏട്ടൻ, എടാ നീ എങ്ങോട്ടാണ് പോയത്? അത് ഞാൻ പുറത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ, അതെ എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. നീ ദേവാമംഗലത്തേക്കല്ലടാ പോയത്? അയ്യോ ഞാനിതിനാ അവിടെ പോകുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ട പാവൊന്നും വെക്കുന്നില്ല, പറയണമൊന്നുമില്ല കേട്ടോ അച്ഛൻ. എന്ത് പറയാം, നീ ഒരു കാര്യം, നീ മദ്യപിച്ചോ? ഇല്ല, ഒന്ന് ഊതിക്കേ. ഊതരാ. അപ്പം തന്നെ ധർമ്മൻ അങ്ങ് ഊതി കാണിക്കുക കേട്ടോ. കണ്ടോ മണമുണ്ട്, നിനക്കിപ്പോൾ രാത്രി എവിടെ നിന്ന് കിട്ടിയടാ ഇത്? എൻ്റെ ഒരു ഫ്രണ്ടേ എന്നെ അങ്ങോട്ട് വിളിച്ചായിരുന്നു, ഞാൻ അങ്ങോട്ട് ചെന്നു, അവൻ്റെ സന്തോഷത്തിന് അവൻ തന്നത് ഞാൻ കഴിച്ചതാണ്. ഈ രാത്രി നിനക്ക് ഏത് ഫ്രണ്ടാ? സത്യം പറയടാ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? അയ്യോ എന്തോ എന്നെ വിളിച്ചോ എന്നിങ്ങനെ വെറുതെ അഭിനയിക്കുക കേട്ടോ അകത്തേക്ക്. അച്ഛയോട്ട് എന്നെ വിളിച്ചു, ഞാൻ പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം നീ രക്ഷപ്പെട്ടു, നിന്നെ ഞാൻ പിടിച്ചോളാടാ എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ധർമ്മനാണെങ്കിൽ അവിടെ നിന്ന് ഓടി. നമ്മുടെ അച്യുതനാണെങ്കിൽ ആലോചിക്കുകയാണ്, ഇവൻ വീണ്ടും അപ്പുറത്ത് ദേവമംഗലത്തോട്ടിട്ട് കൂട്ടുകൂടാനാണ് പരിപാടി. അങ്ങനെ ഇനി അവനെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ പറ്റില്ല. എത്രയും വേഗം കടയുടെ ഉദ്ഘാടനം നടത്തി അവനെ അങ്ങോട്ട് ആക്കണം. പെട്ടെന്ന് തന്നെ അയാൾ ഒരാളിനെ ഫോൺ ചെയ്യട്ടെ, കടയുടെ കാര്യം പെട്ടെന്ന് തന്നെ ശരിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്ന ആളെ വിളിച്ചിട്ട് പറയാം, മറ്റന്നാൾ തന്നെ കട ഉദ്ഘാടനം ആക്കത്തക്ക രീതിയിൽ ആക്കിക്കൊള്ളണം. അപ്പോൾ അയാൾ അവിടുന്ന് ശരി അച്ചോട്ടാ, ഓക്കെ, മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ, എത്രയും വേഗം വേണം ഉദ്ഘാടനം, ധർമ്മനെ എനിക്ക് അങ്ങോട്ട് മാറ്റണം, ശരി എന്നും പറഞ്ഞു ഫോണും വയ്ക്കാൻ കേട്ടോ. ധർമ്മനും പാവം ഇതൊന്നും അറിയണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ധർമ്മൻ നേരെ ചെല്ലുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അലോകിൻ്റെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ അലോകിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ അനുമോളെ കാണുന്നതും അനുമോളോട് സംസാരിക്കുന്നതൊക്കെ നിർത്തി വെച്ചോളണം, എന്തിനാ ഇന്ന് വഴിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ കൊച്ചിച്ചാൻ ഞാൻ അങ്ങനെ അവളെ ഉപദ്രവിക്കാൻ പോയതല്ല, അവളോട് ക്ഷമ പറയാനും ഒന്ന് മനസ്സ് തുറന്ന് മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെക്കാനും ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. നീ എന്തിനാ കാണുന്നത്? അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങൾ ഇത്രത്തോളം എത്തിയത് നിനക്കറിയില്ലേ? അവളുടെ ഒരു ഔദാര്യം കൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്നും കൂടെ ആലോചിച്ചോളണം. ഇനി വീണ്ടും അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കാനോ പിടിക്കാനോ പോയാലുണ്ടല്ലോ, ആ ആര്യൻ വെറുതെ ഇരിക്കില്ല, അവൻ നിനക്കെടുത്ത് ചാമ്പിത്തരും, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ അലോക് പറയാൻ കേട്ടോ, അയ്യോ കൊച്ചിച്ച, ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയതല്ല, ഞാൻ സമാധാനപരമായിട്ടാണ് പോയത്. പക്ഷേ അത് ആര്യനാണ് വന്ന് ഇടയ്ക്ക് കയറിയത്, അവനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അത്രയും, അല്ലാതെ ഞാനല്ല. എന്തിനാ നീ പോകുന്നത്? അതല്ലേ, നീ നിൻ്റെ കാര്യം നോക്ക്. നീ ഒരു കാര്യം ഓർത്തോ, നീ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം ഈ നിൽക്കുന്നതെന്ന്? പാവം ആ പെൺകൊച്ചിൻ്റെ ജീവിതം തൊലച്ചു, അവളെ കല്യാണം കഴിക്കാമെന്ന ആ ചെറുക്കൻ അവൻ്റെ ജീവിതവും നീയായിട്ട് തൊലച്ചു. ഇതിനെല്ലാം ഉപരി ദേവിയുടെ വയറ്റിൽ നീ ചവിട്ടിയോണ്ടല്ലേ അവളെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. ആ കുഞ്ഞ് ഇന്ന് ദേവമംഗലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ കുടുംബത്തിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം ഉണ്ടാക്കി വെച്ചത് നീ ഒറ്റൊരുത്തനും. എല്ലാമായിട്ട് ഇപ്പം നല്ല പിള്ള ചമഞ്ഞ് നിൽക്കരുത്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം, മേലിൽ അവളെ കാണാനോ എടുക്കാനോ പോയതുപോലെ നിർത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ ആരിൻ്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ച് പിടിക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഉടനെ അലോക് ചോദിക്കുകയാണ്, അതെ മാമൻ എങ്ങനെ അറിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ?
പറ, ഇപ്പം ഇവിടെ നിന്ന് അറിഞ്ഞു? ആര്യനെ കണ്ടായിരുന്നോ? ആര്യനോട്ട് സംസാരിച്ചായിരുന്നോ? അവരുമായിട്ട് വീണ്ടും സംസാരിക്കാൻ മിണ്ടാനൊക്കെ തുടങ്ങിയായിരുന്നോ? അപ്പോൾ ധർമ്മൻ ഒന്നും മിണ്ടുന്നില്ലട്ടെ. മിണ്ടണ്ട, എനിക്ക് മനസ്സിലായി ആര്യം പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പം മാമന് ദേവമംഗലത്തോട്ട് പോവേ എടുക്കാം, അവരുമായിട്ടൊക്കെ സംസാരിക്കാം. അങ്ങനെയാണെങ്കിലേ എനിക്ക് അനുമോളോട് സംസാരിക്കാനും സാധിക്കും എന്ന് എന്നെ ആരും തടയാനും വരേണ്ട ആവശ്യമില്ല. പിന്നെ ആര്യൻ, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവനെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല എന്നും പറഞ്ഞു. ഉള്ളിൽ എത്രയൊക്കെ ആയാലും അലോക് തന്നെയാണല്ലോ. അതിങ്ങി പുറത്ത് ചാടിയിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ധർമ്മൻ്റെ വാ അടഞ്ഞു. കാരണം ധർമ്മൻ അങ്ങോട്ട് പോകുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ അവരോടൊക്കെ അച്ഛനോടൊക്കെ പോയി പറഞ്ഞു കൊടുത്ത് ഇനിയിപ്പോൾ അച്ചുവട്ടം വന്ന് സംസാരിക്കും. അതുകൊണ്ട് തന്നെ ധർമ്മം പിന്നെ ഒന്നും മിണ്ടാൻ പോകുന്നില്ല. അലോക് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യാൻ കേട്ടോ. അന്ന് രാത്രി നമ്മുടെ അനുമോള് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ശ്രദ്ധയുമില്ല. ബുക്ക് തുറന്നു വെച്ചിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ വായനയില്ല, ശ്രദ്ധയില്ല. കണ്ണ് വേറെ അങ്ങോട്ടാണ്. ഒരു ഗ്ലാസ് വെള്ളവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മീനാക്ഷി അങ്ങോട്ട് വരുന്നത്. നോക്കുമ്പോൾ അനുമോളുടെ അവസ്ഥ കാണുമ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് തോന്നുകയാണ്. എന്താ മോളെ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല ഏട്ടത്തി എന്ന് പറയെങ്കിലും മീനാക്ഷിയല്ലേ ആള് കണ്ടുപിടിക്കുന്നുണ്ട്. എടി, നിനക്ക് അങ്ങനെ ഒന്നുമില്ല, നിനക്ക് എന്നോട് പച്ചക്കള്ളം പറയാനൊന്നും പറ്റത്തില്ല. നീ ബുക്ക് തുറന്നു വെച്ചിട്ട് ഒരു അക്ഷരം വായിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അന്നേരം മിത്ര അങ്ങോട്ട് വരികയാണ് കേട്ടോ. മിത്രയും ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ? അപ്പോൾ മീനാക്ഷി പറയും, എടി മിത്രേ, അവൾ ഇതേ ബുക്കും തുറന്നു വെച്ച് പഠിക്കാനിരിക്കുക, പക്ഷേ ഒരക്ഷരം വായിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അവളുടെ മനസ്സിൽ എന്തോ ടെൻഷനുണ്ട്. നീ സത്യം പറ. അങ്ങനെ അനുമോൾ അവസാനം സത്യം പറയുന്നുണ്ട്. വഴിയിൽ വെച്ച് എന്നെ അലോക് കണ്ടിരുന്നു, സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് നിർത്തി. ആരും ചേട്ടൻ ഇടപെട്ട പ്രശ്നങ്ങൾ, ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള ഇങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അന്തം വിട്ടു പോവുക. അന്നേരം മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്തിനാ അവൻ നിന്നെ കാണാൻ വന്നത്? അവൻ ഇത്രയൊക്കെയായിട്ടും മതിയായില്ലല്ലേ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ കേസ് പിൻവലിക്കേണ്ട, അവനെ ജയിലിലിടണമെന്ന്. ഇപ്പം മനസ്സിലായല്ലോ അവൻ്റെ സ്വഭാവം കണ്ടില്ലേ? ഒന്നും വേണ്ടായിരുന്നു എന്ന് മീനാക്ഷി ദേഷ്യത്തോട് പറയാട്ടോ. പക്ഷേ മിത്രയ്ക്കും ചെറിയൊരു അലിവുണ്ട്. മിത്ര പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല ചേച്ചി, അവളോട് ചിലപ്പോൾ എന്തെങ്കിലും ക്ഷമ പറയാനോ സോറി പറയാനോ അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യത്തിനാവും അവൻ വന്നിരിക്കുക. മീനാക്ഷിക്ക് ദേഷ്യം വരും കേട്ടോ. ഇത്ര എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? ഇത്രയും കേസും കൂട്ടവും ഒക്കെ ആയി അവളുടെ ജീവിതം എവിടം വരെ കൊണ്ടെത്തിച്ചവനാ. അവളുടെ ഒരു ഔദാര്യം കൊണ്ടാണ് ഇന്ന് അവൻ പുറത്തിറങ്ങി നടക്കുന്നത് പോലും. അവളെ വഴി തടഞ്ഞു നിർത്തി സംസാരിക്കാനും മിണ്ടേണ്ട കാര്യം എന്താ? ഇനി അനുമോൾക്ക് അവനുമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ ഇങ്ങനെ വന്നത് എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേഷ്യപ്പെടുക കേട്ടോ. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്